കർക്കിടക മാസം ആരോഗ്യ പരിപാലനത്തിന്റെ മാസം കൂടിയാണ്. പ്രത്യേകിച്ച് ആയുർവേദ ചികിത്സകളും ഭക്ഷണച്ചിട്ടകളുമൊക്കെ മലയാളികൾ ഈ മാസത്തെ ആരോഗ്യ പരിപാലനത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും പറയേണ്ട ഒരു പേരാണ് ആലപ്പുഴ ചേർത്തലയിലുള്ള ശ്രീ ധന്വന്തിരി മഹാക്ഷേത്രം. ഇതുമായി ബന്ധപ്പെട്ട അവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ച് ചോദിച്ചറിയാം. നമുക്കൊപ്പം ക്ഷേത്രം ഭാരവാഹികൾ കൂടി ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത? വിശ്വാസികൾ കൂടുതലും ഇവിടെ എത്തുന്നത് ആരോഗ്യ പരിപാലനം അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ തന്നെ മുക്തി നേടാനാണല്ലേ? അതായത് ആയുർവേദത്തിന്റെ അധിപൻ എന്നറിയപ്പെടുന്ന ആളാണ് ധന്വന്തരിമൂർത്തി. മരുന്നും മന്ത്രവും സമന്വയിക്കുന്ന ഒരു പുണ്യസങ്കേതം എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്ഷേത്രത്തെ ഇന്നിപ്പം ഭക്തജനങ്ങൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മരുന്നിന് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ക്ഷേത്രത്തിലെ ഓരോ പ്രത്യേക വഴിപാടുകളും നടക്കുന്നത്. പ്രത്യേകിച്ച് രാമായണ മാസത്തിൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് താൾക്കറി, ഔഷധ താൾക്കറി. കർക്കിടക വാവിന്റെ അന്ന് ഇവിടെ എത്തിച്ചേരുന്ന 10,000-കണക്കിന് വിതരണം ചെയ്യുന്ന കാട്ടുതാള്, നമ്മുടെ പറമ്പിൽ നിന്നും ശേഖരിക്കുന്ന കാട്ടുതാൾ ഉപയോഗിച്ച് ശേഖരിച്ച താളുകറി. താള് എന്ന് പറയുന്നത് ചൊറിയുന്ന ചേമ്പാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഇവിടെ എത്തുന്നത്? ഔഷധം അല്ലെങ്കിൽ മരുന്നായി മാറുന്നത് എങ്ങനെയാണ്? അതെ, അതിന്റെ ഒരു ചരിത്രമുണ്ട്. അതായത് ഇവിടെ വൈദ്യന്മാരുടെ ഇല്ലമായിരുന്നു. ആ ഇല്ല ആണ് പിന്നെ ഈ ധന്വന്തരിയെ പ്രതിഷ്ഠിച്ച് ഇവിടെ ക്ഷേത്രമായി മാറിയത്. അപ്പൊ ആ വൈദ്യന്മാര് അന്ന് ഇവിടെ വന്ന് ഒരു വട്ടം മരുന്ന് കഴിച്ചാൽ മാറാരോഗവും മാറുമെന്നുള്ളതായിരുന്നു അന്നത്തെ ആ വൈദ്യശാലയിലോടുള്ള ആൾക്കാരുടെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ താളിന് ഒരു ഔഷധ ഗുണമുണ്ട്. ആ ഔഷധ ഗുണത്തെ കൂടെ കണ്ടുകൊണ്ട് അത് ഈ ഭഗവാന്റെ ധന്വന്തരമൂർത്തിയുടെ മണ്ണിൽ അത് പാചകം ചെയ്യുമ്പോൾ അത് ഈ പറഞ്ഞ ചൊറിച്ചിലോ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു ദിവ്യ ഔഷധമായിട്ട് മാറുകയാണ്. മറ്റെന്തെങ്കിലും വഴിപാടുകളോ? പ്രധാന വഴിപാടുകളാണ്. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്തൊരു വഴിപാട് ഇവിടെയുണ്ട്. കയറ്റേൽവാണം വഴിപാടെന്ന് പറയും. അതായത് ഉത്സവ നാളുകളിൽ മാത്രം കൊടിയേറി തുടങ്ങി കൊടി ഇറങ്ങുന്നത് വരെ മാത്രം നടത്തുന്ന ഒരു വഴിപാടാണ്. അത് ആസ്മ, വലിവ് തുടങ്ങിയ രോഗങ്ങൾക്ക് ശമിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈ പറയുന്നത് പോലെ വ്യത്യസ്തമായ അല്ലെങ്കിൽ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനൊക്കെ തന്നെയാണ് വിശ്വാസികൾ കൂടുതലായും ഈ അമ്പലത്തിലേക്ക് എത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ് എൻ, റിപ്പോർട്ടർ ആലപ്പുഴ.